ഇന്ന് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ സാരീസ് ആയിട്ട് ഇന്ന് വരുന്നത്. സോഫ്റ്റ് സിൽക്കിലും നല്ല ഡിഫറെന്റ് പാറ്റേണിലും സോഫ്റ്റ് കളർ പാലറ്റിലുമാണ് സാരീസ് വരുന്നത്. ഞാൻ ജെബിൻ ഷഫീഖ്, വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. എല്ലാ സാരീസും നമുക്ക് വെബ്സൈറ്റ് ത്രൂ ഓർ വാട്സ്ആപ്പ് വഴി പർച്ചേസ് ചെയ്യാം. ഡെയിലി മോർണിംഗ് 10:30 ആണ് നമ്മൾ ഫസ്റ്റ് വീഡിയോ വരുന്നത്. ഇന്ത്യൻ ടൈം ആണ് കേട്ടോ. സെക്കൻഡ് വീഡിയോ ആഫ്റ്റർനൂൺ 1:30 PM ആയിരിക്കും വരുന്നത്. വീഡിയോ കണ്ടു നോക്കാം. ഇന്നത്തെ ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ കളക്ഷൻസിൽ ഫസ്റ്റ് സാരി നല്ല സോഫ്റ്റ് കളർ പാരലാട്ടോ സാരി വരുന്നത്. ഒരു ഷാമ്പെയിൻ പിങ്ക് ബ്ലെൻഡഡ് ലാവൻഡർ ആണ് സാരിയുടെ ബോഡി വരുന്നത്. ബോർഡർ വരുന്നത് ലാവൻഡർ ടോണിൽ തന്നെയായിരിക്കും വരുന്നത്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, സോഫ്റ്റ് സെമി സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. ഇതിന്റെ ടെക്സ്ചർ പറയുകയാണെങ്കിൽ ഒരു ത്രെഡ് വ്യൂ പാറ്റേൺസ് വരുന്നുണ്ട്. ബോഡിയിൽ ഒരു സെൽഫ് ത്രെഡ് വ്യൂ വരുന്നുണ്ട്, വെർട്ടിക്കൽ ആയിട്ടുള്ള വൂവൺ പാറ്റേൺസ് വരുന്നുണ്ട്. ജൂട്ട് സിൽക്കിലെ പോലെയുള്ള ഒരു വൂവൺ ഡിസൈൻസ് വന്നിട്ട് ബോർഡർ വരുന്നത് സിമ്പിൾ ബോർഡറാണ്. ലാവൻഡറിൽ തന്നെ ക്രോഷ്യോ ലേസിലായിരിക്കും ബോർഡർ വരുന്നത്. ബോഡി കംപ്ലീറ്റ് ഈ ഒരു സ്റ്റൈലാട്ടോ വർക്ക് വരുന്നത്. ഈ ഒരു പാറ്റേണിലുള്ള വർക്ക് ആയിരിക്കും ബോഡിയിൽ വരുന്നത്. അതിലൊരു റോസ് ഗോൾഡ് സെറി വെച്ചിട്ടാണ് ആ ഒരു ചെയിൻ സ്റ്റിച്ച് പാറ്റേണിലായിരിക്കും വർക്ക് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും വർക്ക് വരുന്നത്. അതിൽ ഫ്ലോറൽ ഡിസൈൻസിൽ ഒരു മാറ്റ് ഗോൾഡിലുള്ള സ്വീക്കൻസ് വർക്കും വരുന്നുണ്ട്. ഇതായിരിക്കും പാറ്റേൺ വരിക. ഇനി പല്ലു കാണിക്കാം ഞാൻ. മുന്താണിയും നല്ല പാറ്റേണിലാണ് പല്ലുവിൽ വർക്ക് വരുന്നത്. ഈ ഒരു സ്റ്റൈലാണ് മുന്താണിയിൽ വർക്ക് വരുന്നത്. ഫുൾ അതേ ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വന്നിട്ട് സ്വീക്കൻസ് വർക്ക് ആൻഡ് റോസ് ഗോൾഡ് പാറ്റേണിലുള്ള ചെയിൻ സ്റ്റിച്ച് ആയിരിക്കും ഡിസൈൻസ് വരുന്നത്. ബ്ലൗസ് വളരെ ലൈറ്റ് വെയിറ്റ് ആട്ടോ സാരിയുടെ ഫാബ്രിക് വരുന്നത്. സോഫ്റ്റ് സെമി സിൽക്കാണ്. പല്ലു നല്ല പാറ്റേണിലാണ്. ഇതാണ് സാരിയുടെ മുന്താണിയിൽ ആ ഒരു കോർണറിലായിരിക്കും ആ ഒരു ഫുൾ ഒരു ബഞ്ച് ഓഫ് ഫ്ലവറിലായിരിക്കും ഫുൾ ആ ഒരു വർക്ക് വരുന്നത്. ഈ ഒരു സ്റ്റൈലിൽ വരുന്നുണ്ട്. ബ്ലൗസ് സെയിം പാറ്റേൺ തന്നെ, ആ ഒരു ലാവൻഡർ ടോണിൽ തന്നെ സ്ലീവിൽ ഫുൾ ആ ഒരു വർക്കിലായിരിക്കും ബ്ലൗസ് വരുന്നത്. ഇങ്ങനെ വരും. സെയിം അതേ ഫ്ലോറൽ ഡിസൈനിൽ തന്നെ വരുന്ന സോഫ്റ്റ് സെമി സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. കളർ പാലറ്റ് വരുന്നത് നല്ലൊരു പേസ്റ്റൽ കളർ പാലറ്റിലാണ് വരുന്നത്. സീ ഗ്രീൻ ആണ്. അക്വാ ഗ്രീൻ്റെ തന്നെ ലൈറ്റർ ആൻഡ് ഡാർക്ക് ടോണിലാണ് സാരി വരുന്നത് കേട്ടോ. സെയിം അതേ പാറ്റേണിൽ തന്നെയുള്ള വർക്കാണ് ഫുൾ സാരിയിലും വരുന്നത്. അതേ ഫ്ലോറൽ ഡിസൈൻസ്. പല്ലു വരുന്നതും സെയിം പാറ്റേൺ, ഇതേ വർക്ക് തന്നെ ആയിരിക്കും കേട്ടോ ബോഡിയിലും വരുന്നത്. ഫുൾ ഫ്ലോറൽ പാറ്റേണിൽ തന്നെയാണ് വരുന്നത്. എന്താണ് ഈ ഒരു സ്റ്റൈൽ വരും. ബ്ലൗസിന്റെ സ്ലീവിലും ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നുണ്ട്. നെക്സ്റ്റ് കളർ വരുന്നത് ഒരു നാച്ചുറൽ ബേജ് ആണ്. നാച്ചുറൽ ടെസറിന്റെ എല്ലാം ആ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, സെയിം ആ ഒരു ടോണിൽ തന്നെയാണ് വരുന്നത് സാരി. സെയിം അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും സാരിയിൽ വർക്ക് വരുന്നത് കേട്ടോ. ഫുൾ അതേ ഫ്ലോറൽ ഡിസൈൻസ്. ഈ ഒരു സ്റ്റൈലാണ് സാരിയുടെ മുന്താണിയിൽ വർക്ക് വരുന്നത്. അതേ പാറ്റേൺ തന്നെ. ബ്ലൗസും സെയിം പാറ്റേൺ തന്നെ. ബ്ലൗസിന്റെ സ്ലീവിലും അതേ ഫ്ലോറൽ വർക്ക് തന്നെ ആയിരിക്കും ബ്ലൗസിൽ വരുന്നത്. നെക്സ്റ്റ് കളർ വരുന്നത് സോഫ്റ്റ് കളർ പാലറ്റ് ആട്ടോ. ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ്. ഒരു ആപ്പിൾ ഗ്രീനിന്റെ തന്നെ ഡ്യുവൽ കോമ്പിനേഷനിലാണ് സാരി വരുന്നത്. ഇതിലും വർക്ക് എല്ലാം ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് തന്നെയാണ് വരുന്നത്. ഇതിലും ആ ചെയിൻ സ്റ്റിച്ച് പാറ്റേണിലുള്ള വർക്കും കണ്ടോ. ഈ ഒരു പാറ്റേണിലായിരിക്കും ബോഡിയിൽ വർക്ക് വരുന്നത്. പല്ലു വരുമ്പോൾ ഇതായിരിക്കും മുന്താണിയിൽ വർക്ക് വരുന്നത്. ഫുൾ ആ ഒരു ഫ്ലോറൽ സ്റ്റിച്ചും ഒരു ഫ്രഞ്ച് നോട്ടും വരുന്നുണ്ട് സാരിയുടെ പല്ലു വരുമ്പോൾ. ഈ ഒരു സ്റ്റൈലായിരിക്കും മുന്താണി. ബ്ലൗസിന്റെ സ്ലീവിലും ആ ഒരു മോട്ടീവ്സ് വരുന്നുണ്ടോ. നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു സോഫ്റ്റ് കളർ ആട്ടോ. ഇതൊരു ഓഫ് വൈറ്റും പേൾ ക്രീമും കൂടി ചേർന്ന് വരുന്ന ഒരു കളറാണ് സാരിയുടെ ബേസ് വരുന്നത്. അതിൽ ഗ്രേ ആണ് കോമ്പിനേഷൻ വരുന്നത്. നല്ല പാറ്റേണിലാണ് ഫ്ലോറൽ ഡിസൈൻസ്. ഓരോ വർക്കും തമ്മിൽ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ ഫ്ലോറൽ പാറ്റേൺസ്. ഇതിൽ വരുമ്പം ഈ ഒരു സ്റ്റൈലിലായിരിക്കും ആ ഒരു ചെയിൻ സ്റ്റിച്ച് പാറ്റേണിലുള്ള ഫ്ലോറൽ വർക്ക് വരുന്നുണ്ട്. എല്ലാ സാരീസിനും ക്രോഷ്യോ ലേസ് അറ്റാച്ച്ഡ് ആണ്. പല്ലു ഈ ഒരു സ്റ്റൈലിലായിരിക്കും മുന്താണിയിൽ വർക്ക് വരുന്നത്. ഒരു പേൾ ക്രീം വിത്ത് ഗ്രേ ആണ് കോമ്പിനേഷൻ. പല്ലു, ബ്ലൗസ്. നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു സോഫ്റ്റ് കളർ പാലറ്റിലാട്ടോ വരുന്നത്. ഇതൊരു ഡ്യുവൽ കോമ്പിനേഷനിലാണ് സാരി വരുന്നത്. ഒരു ഓണിയൻ പിങ്ക് ആൻഡ് ലൈറ്റ് പിങ്ക് ആണ്. ഷാമ്പെയിൻ പിങ്ക് ആയിരിക്കും സാരിയുടെ കോമ്പിനേഷൻ. ബോർഡർ വരുന്നത് ക്രോഷ്യോ ലേസിൽ തന്നെയായിരിക്കും. മുന്താണിയിൽ ഈ ഒരു പാറ്റേണിലായിരിക്കും വർക്ക് വരുന്നത്. നല്ലൊരു ഫ്ലോറൽ ഡിസൈൻസ്. അതിൽ ആ ഒരു ത്രെഡ് വർക്ക് വെച്ചിട്ടായിരിക്കും ഹൈലൈറ്റ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റൈലിലാണ് പല്ലു വരുന്നത്. നമ്മൾ ബോഡിയിലും കംപ്ലീറ്റ് ഈ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് ആയിരിക്കും കേട്ടോ. ത്രെഡ് എംബ്രോയിഡറിയിലായിരിക്കും ലോവർ ഏരിയ വരുന്നത് ഫുള്ളായിട്ട്. മുന്താണി വരുമ്പം അതിൻ്റെ തന്നെ ഒരു ബിഗർ മോട്ടീവ്സിലായിരിക്കും ത്രെഡ് വർക്ക് വരുന്നത്. ഇതാണ് പല്ലുവിൽ വർക്ക് വരുന്നത്. ത്രെഡ് വർക്കിലുള്ള ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നുണ്ട്. ബ്ലൗസും പ്രിന്റഡ് ബ്ലൗസാണ് വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ്. ഇത് ബാക്ക് പോർഷനാണ്. ബാക്ക് പോർഷനിലും ആ ഒരു വർക്ക് വരുന്നുണ്ട്. രണ്ട് സ്ലീവിലും ആ ഒരു പ്രിന്റ് വരുന്നുണ്ട്.
വീണ്ടും സോഫ്റ്റ് കളർ പാരറ്റിലാട്ടോ, ബേബി പിങ്കിന്റെ തന്നെ ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷനിലാണ് വരുന്നത്. ക്രോഷ്യോ ലേസ് അറ്റാച്ച്ഡ് ആണ്. ഇതിലെയും വർക്ക് ഡിഫറെന്റ് ആണ് കേട്ടോ. ഇതിൽ വരുമ്പം ഈ ഒരു പാറ്റേണിലായിരിക്കും സാരിയുടെ മുന്താണിയിൽ ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത്. നല്ലൊരു ഫ്ലോറൽ പാറ്റേൺ വിത്ത് ബോർഡർ. അതേ മോട്ടീവ്സ് തന്നെയായിരിക്കും കേട്ടോ ബോഡിയിലും വരുന്നത്. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോഴും ലോവർ ഏരിയയിൽ ആ ഒരു വർക്ക് തന്നെയായിരിക്കും ഫുൾ സാരിയിലും വരുന്നത്. അതേ പാറ്റേണിൽ തന്നെ മുന്താണിയിലെ കോർണറിലും വർക്ക് വരുന്നുണ്ട് വിത്ത് ബ്ലൗസ്. ബ്ലൗസിലും ആ ഒരു ബാക്ക് പോർഷനിലായിരിക്കും ആ ഒരു ഫ്ലോറൽ ത്രെഡ് വർക്ക് വരുന്നത്. രണ്ട് സ്ലീവിലും ഫ്രണ്ട് പോർഷനിലും പ്രിന്റ് ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് കളർ വരുന്നത് അക്വാ ബ്ലൂ ആണ്. ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷനുള്ള അക്വാ ബ്ലൂ ആയിരിക്കും സാരിയുടെ കോമ്പിനേഷൻ കേട്ടോ. ഇതിലും വർക്ക് മാറിയിട്ടുണ്ട്. ഇതിലും ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത് ബോഡിയിൽ വരുമ്പോൾ ലോവറിൽ ഈ ഒരു സ്റ്റൈലായിരിക്കും. ആ ഒരു ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് ത്രെഡാണ്, ഒരു ഓഫ് ക്രീമിലായിരിക്കും ഈ ഒരു ത്രെഡ് വർക്ക് വരുന്നത്. അതേ ഓഫ് ക്രീമിൽ തന്നെയാണ് ക്രോഷ്യോ ലേസ് വരുന്നത്. ബോർഡറിൽ മുന്താണി ഈ ഒരു പാറ്റേണിലാണ്. നമുക്കൊരു ആപ്ലിക് വർക്ക് ആണെന്ന് തോന്നും, പക്ഷെ ആ ഒരു ഫീലിലാണ് ഇതിൽ ത്രെഡ് വർക്ക് വരുന്നത്. കണ്ടോ, ഈ ഒരു സ്റ്റൈലായിരിക്കും വരുന്നത്. നല്ല പാറ്റേണിലുള്ള വർക്കാണ് വരുന്നത് സാരി. മുന്താണി കംപ്ലീറ്റ് ഇങ്ങനെ ഈ ഒരു ലുക്കാണ് വരുന്നത്. ഫുൾ ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ബ്ലൗസ് റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ഈ ഒരു പാറ്റേണിലാണ് ബ്ലൗസ് വരുന്നത്. വീണ്ടും നല്ലൊരു ഡ്യുവൽ കോമ്പിനേഷനിലാട്ടോ നെക്സ്റ്റ് സാരിയും വരുന്നത്. ഡ്യുവൽ അല്ല, ഇത് ഒരു 4 കളർ പാലറ്റ് വരുന്നുണ്ട് സാരിയിൽ. ഒരു കോപ്പർ ടോൺ വരുന്നുണ്ട്, ലാവൻഡർ, പേൾ ക്രീം, ഒരു ലൈറ്റ് മൗ ടോൺ, ഡാർക്ക് മൗ ടോൺ. ഈ ഒരു പാറ്റേണിലാണ് സാരി വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസും ഡിഫറെൻ്റ് ആട്ടോ ഇതിൽ വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും ഫ്ലോറൽ ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ബോർഡർ സെയിം ആ ഒരു ക്രോഷ്യോ ലേസിൽ തന്നെയാണ് ബോർഡർ ഫിനിഷ് ചെയ്യുന്നത്. ഇതിന്റെ മുന്താണിയിൽ വരുമ്പം ഈ ഒരു പാറ്റേണിലാണ് പല്ലുവിലും ആ ഒരു ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും വരിക വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് കളർ വരുന്നതും വീണ്ടും പേൾ ക്രീം തന്നെയാണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. ഇതിലേയും വർക്ക് മാറിയിട്ടുണ്ട്. ഇതിലൊരു ഗ്രീൻ ആൻഡ് ലൈറ്റ് മസ്റ്റേർഡ് ടോണിലായിരിക്കും ആ ഒരു ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് അതിൽ ആ ഒരു ത്രെഡ് വർക്ക് തന്നെയാണ് വരുന്നത്. ഈ ഒരു സ്റ്റൈലിൽ ഇതിൽ വർക്ക് വരിക വിത്ത് സിമ്പിൾ ബോർഡർ. മുന്താണി അതേ പാറ്റേണിൽ തന്നെയാണ് സാരിയുടെ പല്ലുവിലും ആ ഒരു വർക്ക് വരുന്നുണ്ട്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും മുന്താണിയിലും വർക്ക് വരുന്നത്. ബോഡിയിൽ വരുന്ന അതേ വർക്ക് തന്നെയാണ് സാരിയുടെ പല്ലു വരുന്നത്. ലോവർ ഏരിയ കംപ്ലീറ്റ് ഈ ഒരു വർക്ക് വരുന്നുണ്ട്. കൂടാതെ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നുണ്ട് ബോഡിയിൽ. നല്ല സോഫ്റ്റ് കളറിലാണ് വരുന്നത്. ഇതായിരിക്കും ബോഡിയും പല്ലുവും ബോർഡർ എല്ലാം ഈ ഒരു സ്റ്റൈലിൽ തന്നെയാണ് വരുന്നത് വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് കളർ വരുന്നത് പിങ്ക് ആണ്. ഷാമ്പെയിൻ പിങ്ക് വിത്ത് ലാവൻഡർ ആണ് സാരിയുടെ കോമ്പിനേഷൻ. ഇതിലും ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ വരുമ്പം ഈ ഒരു സ്റ്റൈലിലായിരിക്കും വർക്ക് വരുന്നത്. ബോഡിയിൽ മോട്ടീവ്സ് ഈ ഒരു പാറ്റേൺ വരും. ഇത് കണ്ടാൽ നമുക്കൊരു ആപ്ലിക് വർക്കിന്റെ ഫീലാണ് വരുന്നത് കേട്ടോ. നല്ല പാറ്റേൺ, നല്ലൊരു ഫിനിഷിലാണ് ഈ ഒരു ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. ബോഡി ഫുൾ ഈ ഒരു സ്റ്റൈലിൽ വന്നിട്ട് മുന്താണി വരുമ്പം ഈ ഒരു പാറ്റേണിലായിരിക്കും ത്രെഡ് വർക്ക് വരുന്നത്. ഈ സാരിക്കും ആ ക്രോഷ്യോ ലേസ് തന്നെയായിരിക്കും ബോർഡർ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇതാണ് ബോഡി ബോർഡർ, പല്ലുവും ഈ ഒരു പാറ്റേൺ വരും. ബ്ലൗസ് സീ ഗ്രീൻ ആണ്, അക്വാ ഗ്രീൻ ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷനിൽ തന്നെയാണ്. ഇതിലെ വർക്കിൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇതിലും അതേ ആ ഒരു ആപ്ലിക് വർക്ക് പാറ്റേണിൽ തന്നെയാണ് ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും ബോഡിയിലെ ലോവർ ഏരിയ വരിക വിത്ത് ക്രോഷ്യോ ലേസ്. മുന്താണി ഈ ഒരു പാറ്റേണിലായിരിക്കും മുന്താണിയിൽ വർക്ക് വരിക. ഒരു 3 കളർ പാരറ്റിലായിരിക്കും ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. പല്ലുവിൽ വരുമ്പോൾ ത്രെഡ് എംബ്രോയിഡറി വരുന്നത് വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് സാരി സോഫ്റ്റ് സിൽവർ ഗ്രേ ആണ് സാരിയുടെ ടോൺ വരുന്നത് കേട്ടോ. സിൽവർ ഗ്രേ ബോഡി വന്നിട്ട് ഒരു ഡാർക്ക് ഗ്രേ ആയിരിക്കും ബോർഡർ വരുന്നത് സാരിയിൽ. ഇതിലും നല്ലൊരു പാറ്റേണിലാണ് ആ ഒരു ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. ഗ്രേയിൽ തന്നെ ഒരു ചെയിൻ സ്റ്റിച്ച് പാറ്റേൺ വന്നിട്ട് നല്ലൊരു ഡാർക്ക് പിങ്ക് ആണ്. ഗ്രേ വിത്ത് പിങ്ക് ആണ് ഒരു വർക്കിന്റെ കോമ്പിനേഷൻ. അതേ പാറ്റേണിൽ തന്നെ മുന്താണിയിലും ത്രെഡ് എംബ്രോയിഡറി വരുന്നുണ്ട്. ഇതായിരിക്കും പല്ലുവിൽ വരുന്ന വർക്ക്. വളരെ ലൈറ്റ് വെയിറ്റ് ആട്ടോ സാരിയുടെ ഫാബ്രിക് വരുന്നത്. സോഫ്റ്റ് സെമി സിൽക്ക് ആണ്. ബ്ലൗസ്. ഇന്നത്തെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിരുന്നു വന്നത്. പേസ്റ്റൽ കളർ പാരറ്റിൽ വന്ന സോഫ്റ്റ് സിൽക്ക് സാരീസ് ആയിരുന്നു. ലാസ്റ്റ് സാരി ആട്ടോ, ലാവൻഡർ ആണ് സാരിയുടെ കോമ്പിനേഷൻ. ഇതിലും ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് മാറിയിട്ടുണ്ട്. എല്ലാ സാരീസിനും ഡിഫറെന്റ് പാറ്റേണിലാണ് ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. ഇതിൽ വരുമ്പം ഈ ഒരു സ്റ്റൈലായിരിക്കും ബോഡിയിൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ബോർഡർ വരുമ്പോൾ ക്രോഷ്യോ ലേസ് തന്നെയായിരിക്കും ബോർഡർ. ഇതേ പാറ്റേണിൽ തന്നെയുള്ള വർക്കാണ് സാരിയുടെ മുന്താണിയിൽ വരുന്നത് വിത്ത് ബ്ലൗസ്.